Hi friends, welcome back to A Little Bit of Us. Going Annu? We're going to some hills. എന്താ പേര് ഹിൽസിന്റെ? I forgot, but I heard that they're really nice and they have a huge children's park. ഒരു ചെറിയ കുന്ന് കയറി ഇന്ന് നമുക്ക് തൃശ്ശൂർ നഗരം മുഴുവനൊന്ന് കണ്ടാലോ? തൃശ്ശൂർ ടൗണിൽ നിന്നും തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിലൂടെ 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിലങ്ങൻ കുന്നിലെത്താം. പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഗരത്തിൽ അവശേഷിക്കുന്ന പച്ച തുരുത്തുകളിൽ ഒന്നാണ് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുന്ന്. ഈ കുന്നിന്റെ അടിഭാഗം സ്ഥിതി ചെയ്യുന്നത് അമല ഹോസ്പിറ്റലിനടുത്തുള്ള ഹൈവേയിലാണ്. ഇവിടെ നിന്നാണ് കുന്നിന്റെ മുകളിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത്. കുന്നെന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല ഇത്. അടിവാരങ്ങളിൽ നിന്നും ദൂരം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 100 മീറ്റർ വരെ ഉയരമുണ്ട് ഈ കുന്നിന്. തൃശ്ശൂർ നഗരത്തിന്റെ ഓക്സിജൻ ജാർ എന്നാണ് ഈ കുന്നിനെ വിശേഷിപ്പിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ട് ഫാമിലിയുമായി ചെലവഴിക്കാൻ തൃശ്ശൂർക്കാർക്ക് ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല. കാടിന്റെ ഫീൽ ഉണ്ടാക്കുന്ന മരക്കൂട്ടത്തിന്റെ നടുവിലൂടെ യാത്ര ചെയ്ത് ചെന്നെത്തുന്നത് ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ. 20 രൂപയാണ് ഈ കുന്നിലേക്കുള്ള പ്രവേശന ഫീസ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശകർക്കുള്ള സമയം. തൃശ്ശൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കുന്ന്. ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും കുത്തനെ അല്ലെങ്കിൽ വിലങ്ങനെ കാണപ്പെടുന്ന ഒരിടം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിന്റെ പേര് വിലങ്ങൻ കുന്ന് എന്നായത്. വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരു ഔട്ട്ഡോർ തിയേറ്റർ ഉണ്ട്. കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കും. സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിനായി ഒരു ഓപ്പൺ സ്റ്റേജ്, കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ, പിന്നെ വിലങ്ങൻ ട്രെക്കേഴ്സ് പ്രവർത്തകർ നട്ടുവളർത്തുന്ന അശോകവനം തുടങ്ങിയവയും കുന്നിന്റെ മുകളിൽ ഉണ്ട്. തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന 4 വ്യൂ പോയിന്റും ഇവിടെയുണ്ട്. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് സൂര്യാസ്തമയവും സൂര്യോദയവും വളരെ വ്യക്തമായും മനോഹരമായും കാണാൻ സാധിക്കും. ദൂരക്കാഴ്ചയ്ക്ക് സൗകര്യമുള്ള ഇത്ര ഉയരമുള്ളൊരു കുന്ന് തൃശ്ശൂർ ടൗണിന്റെ അടുത്ത് വേറെ എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വേറെ ഒരു പ്രത്യേകത കൂടി ഈ കുന്നിനുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ശ്രീ പത്മരാജന്റെ തൂവാനത്തുമ്പികൾക്ക് ലൊക്കേഷനുമായിട്ടുണ്ട് ഈ കുന്ന്. D ഇഫക്റ്റ് സമ്മാനിക്കുന്ന തിയേറ്ററാണ് പാർക്കിലെ മറ്റൊരാകർഷണം. 180 ഡിഗ്രിയിൽ തിരിയുന്ന സീറ്റാണ് ഇതിനകത്തുള്ളത്. ഈ തിയേറ്ററിനകത്ത് വെള്ളച്ചാട്ടവും മഞ്ഞും സുഗന്ധവുമെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത്ഭുതങ്ങളുടെ ഹൊറർ ഹൗസ് ആണ് വേറെ ഒരു ആകർഷണം. അന്നുകുട്ടിക്ക് ഹൊറർ സിനിമ കാണുന്നതിലും കൂടുതൽ താല്പര്യം റൈഡുകളിൽ പോകാനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൂളിലും റൈഡ്സിലും എല്ലാം കയറി. കുട്ടികളുടെ പാർക്കും മറ്റു സൗകര്യങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ട് വീക്കെൻഡ്സിൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ മുതിർന്നവർക്ക് സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി വെറുതെ ഇരിക്കാനായിരിക്കും താല്പര്യം. എന്നാൽ കുട്ടിപ്പട്ടാളത്തിന് ഈ റൈഡുകളൊക്കെയാണ്.
വിലങ്ങൻ കുന്നിന്റെ പുറകിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട്. തീരദേശം വഴി തൃശ്ശൂരിലേക്ക് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വിലങ്ങന്റെ മുകളിൽ വാച്ച് ടവർ സ്ഥാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക താവളവും നിരീക്ഷണ ക്യാമ്പും ആയിരുന്നു ഈ കുന്ന്. തൃശ്ശൂരിന്റെ തണ്ണീർ പടർപ്പാണ് കോൾപ്പാടം. ചെളിയും ചേറുമല്ലാതെ കുഴമ്പ് പരുവത്തിൽ കുഴഞ്ഞ പാടങ്ങളിൽ വർഷം മുഴുവൻ തീറ്റപ്പുല്ല് വളർന്നു നിൽക്കും. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഈ പാടത്തിന്റെ ഏരിയൽ ആംഗിൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ വിലങ്ങൻ കുന്ന്. ഈ അടുത്ത കാലത്ത് പിക്നിക് സ്പോട്ടായി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന പുള്ളുപാടത്തേക്ക് ഇവിടെ നിന്നും 18 കിലോമീറ്ററേ ഉള്ളൂ. അത്ര തന്നെ മനോഹരമായ പുഴയ്ക്കലുള്ള കോൾപ്പാടത്തേക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആഡംബരങ്ങളല്ല ഇവിടുത്തെ സവിശേഷത, പ്രകൃതിയുമായി ചേർന്നുള്ള നടത്തമാണ്. തൃശ്ശൂർ സന്ദർശിക്കുന്ന ഏതൊരു ടൂറിസ്റ്റും തീർച്ചയായും ഒരു സായാഹ്നമെങ്കിലും ഈ വിലങ്ങൻ കുന്നിൽ ചെലവഴിക്കാൻ മാറ്റിവെക്കണം. കാരണം ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകളും ഈ നിമിഷങ്ങളും തീർച്ചയായും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരു ദിവസത്തിന്റെ പകുതി അല്ലെങ്കിൽ ഒരു യാത്രയുടെ ഇടവേള തൃശ്ശൂരിൽ ഒത്തുവന്നാൽ വണ്ടി ഇങ്ങോട്ട് തിരിക്കുക. ഒരു കുന്നോളം കാഴ്ചകൾ നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട്. Thanks for watching a little bit of us. Bye from Thrissur.